ഒരു സിമ്പിൾ പൊറാട്ടയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. 1/2 കിലോ പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സിമ്പിൾ പൊറാട്ട എന്ന് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീശി അടിക്കാത്ത ഒരു പൊറാട്ടയാണിത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. 1/2 കിലോ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് കുഴയ്ക്കുക. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ കുഴയ്ക്കുന്ന രീതിയിൽ അതിൽ കുറച്ചും കൂടെ ഒന്ന് സ്മൂത്തായിട്ട് വേണം കുഴച്ചെടുക്കാൻ. നല്ലോണം കുഴയ്ക്കണം. നല്ലതുപോലെ കുഴച്ചതിന് ശേഷം മാത്രം ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ലോണം കുഴയണം. ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കരുത്. അങ്ങനെ ചെയ്താൽ എൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ സ്മൂത്താക്കി നന്നാക്കി കുഴച്ചെടുക്കുക. നല്ലപോലെ കുഴച്ചെടുക്കുക. ഒരു ഭാഗത്ത് കുറച്ച് സമയം വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് നേരം മാറ്റി വെച്ചാൽ മതി. ഇതുപോലെ ഓരോ ഉണ്ട ഉണ്ടാക്കിയെടുക്കുക. 2 പത്തിരിക്ക് വലിപ്പത്തിലുള്ള ഓരോ ഉണ്ട ഉണ്ടാക്കിയിട്ട് എടുക്കുക. 12 ഉണ്ട ഉണ്ട് ഇതിൽ. 1/2 കിലോ പൊടിയിൽ ഇത്തിരി കുറച്ച് കൂടുതലുണ്ട്. ഒരിക്കൽ എടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ പൊടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൊടിയിലാണ് പരത്തിയെടുക്കുന്നത്. പരത്താൻ നമ്മൾ പത്തിരിക്ക് പരത്തുന്ന കല്ല് തന്നെ മതി. പലകയോ എന്തായാലും മതി. ഇതേപോലെ പരത്തിയിട്ട് പാത്രത്തിൻ്റെ വക്കത്ത് ഇങ്ങനെ തൂക്കി വെക്കുക. ഇങ്ങനെ തൂക്കി വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം പരത്തിയത് ആദ്യം എടുക്കണം. അങ്ങനെ ഓരോന്നും ഇങ്ങനെ പാത്രത്തിൻ്റെ വക്കത്ത് തൂക്കി വെക്കുക. ഇതിൽ കാണുന്ന രീതിയിൽ തൂക്കി വെക്കുക. ഒന്നൊന്നിനോട് മുട്ടാത്ത രീതിയിൽ. അതിന് ശേഷം നമ്മൾ ആദ്യം പരത്തി വെച്ച ആ പത്തിരീൻ്റെ വലുപ്പത്തിലുള്ള അതെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ പുരട്ടി കൊടുത്തതിന് ശേഷം ഇതേപോലെ വികസിപ്പിച്ചെടുക്കുക. ഇങ്ങനെ വികസിപ്പിച്ചെടുത്തതിന് ശേഷം അത് നീട്ടിയിട്ട് പിന്നെ അതിങ്ങനെ ചുരുട്ടിയെടുക്കുക. പലകമ്മ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ ചുരുട്ടിയെടുക്കുക. അതിന് ശേഷം ഓരോന്നും ഇതുപോലെ ചുരുട്ടിയെടുക്കുക. എല്ലാം ചുരുട്ടി വെച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റ് വേണം ആദ്യം ചുരുട്ടിയതാണ് ആദ്യം എടുത്ത് പരത്തേണ്ടത്. പിന്നെ ഇതേപോലെ എല്ലാം കൂടി ഒരു പാത്രത്തിൽ ചുരുട്ടിയത് എടുത്ത് വെക്കുക. അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ചുടാൻ ഉപയോഗിക്കുന്ന പത്തിരിക്കല്ലോ അല്ലെങ്കിൽ ദോശക്കല്ലോ ഏതിലും ചുട്ടെടുക്കുക. ഗ്യാസും വെച്ചിട്ടും ചൂടാം, അടുപ്പത്തും ചൂടാം. ഞാൻ ഓലക്കൊടിയാണ് ഇതിന് വേണ്ടി കത്തിച്ചത്. അധികം കത്തൊന്നും വേണ്ട, കുറേശ്ശെ കത്തിയാലും മതി. ഇങ്ങനെ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ വെളിച്ചെണ്ണയോ ഓയിലോ ഏതും ഉപയോഗിക്കുക. അതൊന്ന് തൂവി കൊടുക്കുക. തൂവി കൊടുത്തതിന് ശേഷം അതിൽ ആദ്യം ചുരുട്ടി വെച്ച ആ ഇത് എടുത്തിട്ട് പരത്തുന്നത് കുറച്ച് കനത്തിൽ പരത്തണം. 2 ചപ്പാത്തിയൊക്കെ അട്ടി വെച്ചാലുള്ള അതുപോലത്തെ കനത്തിൽ പരത്തിയെടുക്കുക. ഒരുപാട് കട്ടി കുറച്ച് പരത്തരുത്. അങ്ങനെ ഒരു വിധം വലിപ്പത്തിൽ പരത്തിയതിന് ശേഷം ആ പരത്തിയത് ചൂടായ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക. ഇതേപോലെ പരത്തിയെടുക്കുക. ഓരോന്നും ഇങ്ങനെ പരത്തിയതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. അതിലേക്ക് വെച്ച് ചുട്ടെടുക്കുക. അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആദ്യം ഒന്ന് വെളിച്ചെണ്ണ തൂവി കൊടുക്കണം. പിന്നെ അത് മറിച്ചിടുന്നതിന് മുന്നേ അതിൻ്റെ മേലെ ഒന്ന് വെളിച്ചെണ്ണ തൂവി കൊടുക്കണം. അങ്ങനെ തൂവി കൊടുത്തതിന് ശേഷം വേണം അത് മറിച്ചിടാൻ. ഇതിൽ കാണിച്ചതുപോലെ വേണം ചെയ്യാൻ. അപ്പോൾ ഇത് നല്ലോണം അടിയൊന്ന് ചൂടായതിന് ശേഷമാണ് വെളിച്ചെണ്ണ തൂവി കൊടുത്ത് മറിച്ചിടുന്നത്. അങ്ങനെ അത് തൂവി കൊടുത്തതിന് ശേഷം മറിച്ചിട്ടേക്കുക. ആ മറിച്ചിട്ടിട്ട് നല്ലോണം അടി വെന്ത് വരണം. നമ്മൾ പത്തിരിയൊക്കെ ചുടുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം ചുരുട്ടി വെച്ചതാണ് നമ്മൾ പരത്താനായിട്ട് ആദ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തതും എടുത്ത് വെച്ച് അതുപോലെ പരത്തി വെക്കുക. അപ്പോൾ ഇത് ഒരുവിധം വെന്തിട്ടുണ്ടാവും. ഇത് ഒന്ന് പരത്തുമ്പോഴേക്ക് ഒന്ന് വെന്തിട്ടുണ്ടാവും. അതിലേക്ക് പിന്നെ ഒന്നും കൂടെ വെളിച്ചെണ്ണ തൂവി കൊടുത്തതിന് ശേഷം വീണ്ടും മറിച്ചിടുക. അപ്പോൾ ഇതിൽ കാണിക്കുന്ന മാതിരി ഇതേപോലെ വെളിച്ചെണ്ണ തൂവി കൊടുക്കുക, മറിച്ചിടുക. അപ്പോൾ അതാ ഒരുവിധം വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതേപോലെ വേവാത്ത ഭാഗം കത്തുന്ന ഭാഗത്തേക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ വേവിച്ചെടുക്കുക. അങ്ങനെ ചട്ടം കൊണ്ടൊന്ന് മെല്ലെ ഒന്ന് തലോടി കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ ആവി കയറി എല്ലാ ലെയറിലും വെന്ത് കിട്ടും. അതിന് ശേഷം ആ ചുട്ടെടുത്തത് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിച്ചെങ്കിലാണ് പൊറാട്ട നല്ല സ്മൂത്തായിട്ടുള്ള നല്ല പദത്തിൽ കിട്ടുള്ളൂ.
രണ്ടാമത്തതും അതേപോലെ തന്നെ രണ്ടാമത്തതും ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ തൂവി കൊടുക്കുക, അങ്ങനെ മറിച്ചിടുക, പിന്നെ അതുപോലെ ഒന്ന് പരത്തുക, പിന്നെ അതുപോലെ അങ്ങനെ ഓരോന്നും അതുപോലെ ചുട്ടെടുക്കുക. ഓരോന്നും ഇത് ആദ്യത്തെ ചുട്ടതാണ്. ഇതേപോലെ എല്ലതും ഇതുപോലെ ചെയ്തെടുക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് വീശി അടിക്കേണ്ട, വലിയ മേശയൊന്നും വേണ്ട. നമ്മൾ പത്തിരി ചുട്ടെടുക്കണ അതേ ഇതിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് എല്ലാ കറിയും കൂട്ടാം, ചെറുപയറോ ഇറച്ചിയോ ഏത് കറിക്കും കൂട്ടി കഴിക്കാം.